ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്നു. 25 ലക്ഷത്തോളം ഹാജിമാർ അറഫ സംഗമത്തിൽ ഒത്തുചേരും. 18,000-ഓളം മലയാളികളടക്കം 1.25 ലക്ഷം ഇന്ത്യക്കാരും അറഫയിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് അറഫ സംഗമം ആരംഭിക്കുക. അറഫയിൽ നിന്ന് വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ. ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മമായ അറഫ ദിനത്തിലാണ് ഇന്ന് ഹാജിമാർ ഉള്ളത്. ഹജ്ജിന്റെ 2ാം ദിനമാണിത്. ഇന്നാണ് ഹാജിമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങളിലേക്ക് കടക്കാനിരിക്കുന്ന ദിനം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഹാജിമാരെല്ലാവരും തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ മിനായിൽ നിന്നും അവരുടെ അറഫയിലെ തമ്പുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന രൂപത്തിലാണ് അറഫയിലും തമ്പുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കനത്ത ചൂടാണ് അറഫയിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് 47 ഡിഗ്രി സെൽഷ്യസ് ആണ് പരമാവധി താപനില എത്തുക. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് പുറത്തിറങ്ങരുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറങ്ങുന്നവർ കുടയുമായി വേണം പുറത്തിറങ്ങണമെന്നുള്ളതും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യൻ ഹാജിമാർ ഉൾപ്പെടെ ഏതാണ്ട് 1.25 ലക്ഷത്തോളം ഇന്ത്യൻ ഹാജിമാരാണ് അറഫ സംഗമത്തിനായി ഇവിടെ എത്തുക. നിലവിൽ ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഉച്ചക്ക് 12:20, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 2:50 ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2:50 അറഫ പ്രഭാഷണത്തിന് തുടക്കമാവുക. അതുവരെ ഹാജിമാർ ഈ കാണുന്ന രൂപത്തിൽ അവരുടെ വിശ്രമത്തിലായിരിക്കും. അറഫ പ്രഭാഷണത്തോടു കൂടിയാണ് അറഫ സംഗമത്തിന് തുടക്കമാകുന്നത്. അതിനുശേഷം ഹാജിമാർ വൈകിട്ട് വരെ, ഇന്ന് സൂര്യാസ്തമയം വരെ ഹാജിമാർ പ്രാർത്ഥനകളുമായി ഇവിടെ കഴിഞ്ഞുകൂടും. ഇന്ന് ഹാജിമാർക്ക് അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ലക്ഷം ഹാജിമാർ, ഏതാണ്ട് 24 ലക്ഷം ഹാജിമാരാണ് ഇന്ന് ഈ സംഗമത്തിന്റെ ഭാഗമാകുന്നത്. ഇതാണ് ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കർമ്മം. ഈ അറഫ സംഗമത്തിൽ എത്താത്ത ഹാജിക്ക് ഹജ്ജിന്റെ പുണ്യം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അറഫയുടെ പരിധിക്കകത്തായിരിക്കും ഹാജിമാർ ഇന്ന് എത്താൻ ശ്രമിക്കുക. മധ്യാഹ്നത്തിന് മുന്നോടിയായി തന്നെ അറഫയിൽ എത്തണമെന്നുള്ളതാണ് സാധാരണ രീതി. ഇതിനു മുന്നോടിയായി മുഴുവൻ ഹാജിമാരെയും എത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് വിവിധ ഹജ്ജ് മിഷനുകളും മറ്റും. ഇപ്പോൾ നമ്മുടെ കൂടെ അറഫയിലുള്ള ഹാജിമാരുണ്ട്. എന്താണ് ഇന്ന് അറഫ ദിനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. ഇന്നിപ്പോൾ എത്തിയത് മുതൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇനി എന്താണ് അറഫയുടെ ഭാഗമായിട്ടുണ്ടാകാൻ പോകുന്നത്? അറഫയിലേക്ക് ഹാജിമാർ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. പ്രത്യേകിച്ചും ഈ ഹജ്ജിൻ്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് ഹാജിമാർക്ക് അവരുടെ ബസ്സിലൊക്കെ നല്ല ചെക്കിങ്ങുകളാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളെ കൂടെ തന്നെ ഏകദേശം 200 ഹാജിമാരാണുള്ളത്. അതിൽ 3 ബസ്സുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ബസ് കുറച്ചുകൂടി പുറത്താണുള്ളത്, അതുകൂടി ഇവിടെ എത്തിച്ചേരും. അങ്ങനെ വന്ന ഹാജിമാർക്ക് ഇന്നലെ ഇന്നൊക്കെ കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് രാവിലെ അവർ ഉറങ്ങുകയാണ്. ഇപ്പോൾ അവർ എഴുന്നേറ്റ് കിബിലക്ക് നേരെ ഇരുന്ന് പ്രാർത്ഥനകളിലും മറ്റും മുഴുകുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ്, അതായത് ളുഹർ നമസ്കാരത്തിന് ശേഷമാണ് അറഫ സംഗമം ആരംഭിക്കുന്നത്. മഗ്രിബ് വരെയൊക്കെയാണ് അതിൻ്റെ സമയമുള്ളത്. ഏകദേശം 7 മണി വരെ ഇവിടെ ഉണ്ടാകും. ഇതുപോലുള്ള ഗ്രൂപ്പുകളായിട്ട് വരുന്നവർക്ക് സംഘടിതമായിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കുള്ള അവസരവും അവർക്കുണ്ടാകും. അങ്ങനെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയാനും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു നല്ല സന്ദർഭമാണ്. അതുകൊണ്ടാണ് അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ സംഗമമാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ ഒരു സന്തോഷത്തിലേക്കും ഹജ്ജിൻ്റെ പ്രധാന കർമ്മത്തിലേക്കുമാണ് ഹാജിമാർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പ്രവേശിച്ച് തുടങ്ങുകയാണ് ഈ സമയത്ത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കർമ്മങ്ങളിലേക്ക്, അല്ലെങ്കിൽ അറഫ സംഗമത്തിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ബാക്കിയുണ്ട്. ഈ ഒരു തരത്തിൽ ഹാജിമാർ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാകാനുള്ള, അറഫ സംഗമത്തിൻ്റെ ഭാഗമാകാനുള്ള ഒരുക്കത്തിലാണ്.